ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആമ്പലിൽ പൂവാണ് കേട്ടോ. അതൊരു കുഞ്ഞു ടാങ്കാണ്, അതിൽ കുറച്ച് മീനുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആമ്പലും പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയും രാവിലെയൊക്കെ മഴയായിരുന്നേ. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റമൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി ഇടുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ. നമ്മുടെ വീടിനകം മാത്രമല്ല, പുറത്തും ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീനാക്കിയൊക്കെ ഇടുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലീനൊക്കെ ആക്കി ഇടുമ്പോഴാണ് നമ്മുടെ ചെടികൾക്കും കുറച്ചുകൂടി ഭംഗിയൊക്കെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും രാവിലെയും വൈകിട്ടും ഇതുപോലെ മുറ്റമൊന്ന് അടിച്ച് വാരാറുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് കുഞ്ഞു കുഞ്ഞു പോച്ചകളൊക്കെ വരുമല്ലോ. ആ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതങ്ങ് പിഴുതെടുത്ത് കളഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഒരുപാട് പോച്ചയാകുമ്പോൾ നമ്മൾ എന്തായാലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് പിഴുതെടുക്കാനും പാടായിരിക്കും, മടിയായി പോവും. പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. അതേസമയം കുഞ്ഞു കുഞ്ഞു പോച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളത് പിഴുത് കളയുവാണെങ്കിൽ നമ്മുടെ മുറ്റം നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടും വരത്തില്ല. അതാണ് ഞാൻ ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം കേട്ടോ, നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അതായത് എന്നും രാവിലെയും വൈകിട്ടും മുറ്റം അടിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോച്ചകളൊക്കെ വരുന്ന സമയത്ത് തന്നെ പിഴുത് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ പകുതി നീറ്റായിട്ട് നമ്മുടെ ഗാർഡൻ ഇരിക്കും. കണ്ടോ, നമ്മുടെ ടാറ്റു ഒക്കെ നല്ല രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ടാറ്റുവിൻ്റെ റാസ്ബെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 ദിവസമൊക്കെ ആകുന്നെന്ന് തോന്നുന്നു. നമ്മൾ DAP കൊടുത്തിരുന്നു. അപ്പം പൂക്കളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മറു സൈഡിലും ഇതുപോലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഒന്ന് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നതൊക്കെ ഞാൻ കുറച്ചൊക്കെ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. കാരണം രാത്രിയും ഒക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഷെഡിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. പിന്നെ മഴയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുള്ളൊരു ഓട്ടമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയും നമ്മുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോയാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ ഇങ്ങനെ നേരത്തെ കാണിച്ചിരുന്നു. നല്ല കളറാണ് കേട്ടോ, കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണ്. ഇത് ഹാങ്ങിങ് വിൻകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹാങ്ങിങ് വിൻക എന്ന് പറഞ്ഞിട്ട് അതങ്ങ് വള്ളി പോലെ, മറ്റ് ഹാങ്ങിങ് വിൻകകളെ പോലെ അങ്ങ് വള്ളി പോലെ താഴോട്ട് വരുന്നില്ല കേട്ടോ. ചെറിയൊരു ചെരുവ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അതിന് സ്പ്രെഡിങ് വിൻക എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, അതിൻ്റെ പേര്. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് മൂണാണ് കേട്ടോ. ബ്ലാക്ക് മൂൺ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് മൂണിൻ്റെ സീഡ് ഒത്തിരി പേര് മേടിച്ചിരുന്നു. എല്ലാവർക്കും മുളച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞു, ഒത്തിരി സന്തോഷം. പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻക വീണ്ടും നമ്മുടെ പഴയ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇതിന് ഒത്തിരി ഭംഗിയെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അവിടെ നമുക്ക് സ്ഥിരമായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അത് മതിലിന് മുകളിലിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് കുറച്ച് പ്ലാന്റ്സൊക്കെ എന്തോ താഴോട്ട് അധികമായിട്ട് കിടന്നില്ലേ, അതൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഒരേ ലെവലിന് ഇതുപോലെ നല്ല ബുഷിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരേ ക്രമത്തിന്, അതായത് ഒരേ ലെവലിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ താഴോട്ട് കിടന്ന കുറച്ച് ഒക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് വാരി, പിന്നെ അതുപോലെ പോച്ചയൊക്കെ നുള്ളിപ്പറിച്ച്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിലൊക്കെ ഇതുപോലെ പഴയ പൂക്കളുണ്ടാവുമല്ലോ, കരിഞ്ഞു നിൽക്കുന്ന പൂക്കളും വെള്ളമൊക്കെ വീണിട്ട് അഴുകി നിൽക്കുന്ന പൂക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ചെടിയിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ നിൽക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ, അതായത് കരിഞ്ഞതും അതുപോലെ ഈ വെള്ളമൊക്കെ വീഴുമ്പോൾ അതിൽ തന്നെ അഴുകി അങ്ങനെ നിൽക്കാറുണ്ടല്ലോ, അതൊക്കെ നമ്മളങ്ങ് എടുത്ത് മാറ്റി കൊടുക്കുമ്പോൾ പ്ലാന്റ് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കും കേട്ടോ. ബാക്കിയുള്ള പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് നിൽക്കും. ഇതിനിടയിൽ ഇപ്പോൾ കരിഞ്ഞ പൂക്കളോ അഴുകിയ പൂക്കളോ ഒക്കെ നിൽക്കുമ്പോൾ നമുക്കതൊരു അഭംഗിയായിട്ട് തോന്നും കേട്ടോ. എൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ ഇതിലൊക്കെ തന്നെ അതുപോലെ ഉണങ്ങിയ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇളകി വരുന്ന തരത്തിലായിരിക്കും. നമ്മൾ പ്രസ് ചെയ്ത് അങ്ങനെ വലിച്ചിളക്കാനായിട്ട് പാടില്ല. കാരണം ഇതിൽ സീഡ് വരുമല്ലോ. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ശക്തിയായിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ ആ സീഡ് പോഡ് കൂടി ഇളകി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഈ പോട്ടിനകത്ത് കരിയിലയോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കളകളോ ഒക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളിതുപോലെ വൃത്തിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ ഫംഗൽ
ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മൾ അതങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കും കൂടുതൽ പ്രയാസം വരത്തില്ല, പ്ലാന്റിനും കൂടുതൽ പ്രയാസം വരത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ പൂക്കളും അതുപോലെ തന്നെ പോട്ടിനകം കൂടി ഒന്ന് നമ്മൾ ക്ലീനാക്കി ഇടണം. കരിയിലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത്, അതുപോലെ കുഞ്ഞ് കളകളൊക്കെ വരുന്നെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ തന്നെ പ്ലാന്റ് നല്ല ഫ്രഷായിട്ട് നിന്നോളും കേട്ടോ. അപ്പോൾ ഈ കരിഞ്ഞ പൂക്കളൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു അഭംഗിയാണ്. അപ്പോൾ നമ്മളങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്ലാന്റ് വലിച്ചു വാരി അങ്ങനെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പം ഉള്ള പ്ലാന്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരേ രീതിയിലുള്ള പ്ലാന്റ്, അതായത് ഇപ്പോൾ വിൻഗയുടെ പ്ലാന്റാണ് ഉള്ളതെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ അതാണല്ലോ ഉള്ളത്, അപ്പോൾ വിൻഗയുടെ പ്ലാന്റാണ് ഉള്ളതെങ്കിൽ ഒരേപോലെയുള്ള, അതായത് ഒരേ സൈസിലുള്ള പ്ലാന്റ് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹൈറ്റ് വെച്ച് പോകുന്ന ഭാഗം വെച്ചിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെടികളും ഒരേ ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ബുഷിയായിട്ട് നിന്ന് പൂത്തോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഉള്ള കുറച്ച് കട്ടിങ്സ് കൂടി, കുറച്ച് ബ്രാഞ്ച് കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഒരേപോലെ നിന്ന് പൂക്കളാവുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരേപോലെ നമ്മൾ വയ്ക്കുകയും, അതായത് ഒരേ സൈസ് പ്ലാന്റ്, ഇപ്പോൾ വിൻഗയാണെങ്കിൽ വിൻഗയുടെ ഒരേ സൈസിലുള്ള പ്ലാന്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാന്റാണ് ഇപ്പോൾ കലാത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരേ സൈസിലുള്ള പ്ലാന്റ്, അങ്ങനെയൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ, അതായത് അടുത്തടുത്ത് അങ്ങനെ വെക്കുമ്പോഴാണ് ഭംഗി കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗാർഡൻ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനും അതുപോലെയൊക്കെയാണ് വെച്ചേക്കുന്നത്. എല്ലാം ഒരു അടുക്കും ചിട്ടയിലും വെക്കുമ്പോഴാണ് ഗാർഡന് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ പരമാവധി അങ്ങനെ ശ്രമിക്കാറുണ്ട്. നമുക്കധികം പ്ലാന്റ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ വിൻഗ പ്ലാന്റ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഫ്ലവറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. വിൻഗയിൽ പ്രാന്ത് കയറി ഇപ്പോൾ വിൻഗയുടെ പിറകെ ഇതുപോലെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് വിൻഗയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ താഴോട്ട് കിടന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ, ഇപ്പോൾ എല്ലാം ഒരേ ലെവലിന് ഇതുപോലെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിനിടയിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പെറ്റൂണിയോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവച്ചാൽ നമുക്കത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഒരേ രീതിയിലുള്ള പ്ലാന്റ്, ഒരേ സൈസിലും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റ് തന്നെ നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. പിന്നെ ഇപ്പോഴും ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല മഴക്കോളാണ് കേട്ടോ. ഇനിയിപ്പോൾ മഴക്കോളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പ്ലാന്റ് എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊരു പ്ലാന്റ് ഏകദേശമൊക്കെ പോയ ഒരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ബേബി പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു ബൊക്കെ പോലെ ഇതുപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹാങ്ങിങ് വിൻകയൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ കാണുന്നതിനോടൊപ്പം അത് നിങ്ങളെ കൂടി ഞാൻ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ പറയണേ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിൻകെ ഇതുപോലെ പൂത്ത് നിൽക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ. അപ്പോൾ പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഗിവ് അവേയുടെ 8ാമത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗാർഡന് റെഡിയാക്കിയൊക്കെ വെക്കുന്നത്, സെറ്റാക്കിയൊക്കെ വെക്കുന്നത്. അതായത് എന്നും രാവിലെ മുറ്റം രാവിലെയും വൈകിട്ടും മുറ്റമൊക്കെ അടിച്ച്, പിന്നെ അതുപോലെ പോച്ചകളൊക്കെ പറിച്ച്, പിന്നെ നമ്മുടെ പ്ലാന്റിലുള്ള കരിഞ്ഞ പൂക്കളും അതുപോലെ ഇലകളും ഒക്കെ പറക്കിയെടുത്തൊക്കെ കളഞ്ഞ് കൂടുതൽ സമയം എന്തായാലും നമ്മൾ നമ്മുടെ ചെടികളോടൊപ്പം ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, മക്കളും എല്ലാവരും പോകുമല്ലോ, ജോലിക്ക് പോകുന്നവരങ്ങനെ പോകും, പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് എപ്പോഴും ഒരു മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കുറേ ദിവസമൊക്കെ ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടായിട്ട് പിന്നെ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ ചെടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അവരോട് കുശലമൊക്കെ പറഞ്ഞ് ഇതുപോലെ ഇരിക്കാം. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗാർഡനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ടൊക്കെ പറയണം കേട്ടോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും പിന്നെ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഹാങ്ങിങ് വിൻകേക്ക് സാഫ് അടിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. എല്ലാ പ്ലാന്റിനും സാഫ് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു ചീച്ചിൽ അങ്ങനെയൊക്കെ മാറാനായിട്ടാണ് കേട്ടോ നമ്മൾ സാഫൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.